ഋതികാമ്മയുടെ അകത്ത് സീമന്തത്തിന്റെ ഒരുക്കങ്ങളുടെ ചാർജാ ഏറ്റെടുത്തിരിക്കുന്നത്. ആ രാജ വിളിച്ചായിരുന്നോ? ആ അവരവിടുന്ന് ഇറങ്ങിയെന്ന്. ശരിക്കും ഇതൊരു മഹാഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. ആരോരുമില്ലാത്ത, നമ്മുടെ ബന്ധു പോലുമല്ലാത്ത ഒരു പെൺകുട്ടിയുടെ സീമന്തം, അതും നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താൻ കഴിയുന്നതിൽ പരം പുണ്യം വേറെ എന്താ രാധേ? അതെ. ആ പ്രിയേ, നീ സാധനങ്ങളൊക്കെ അതുകൊണ്ടേക്ക്. ആ ശരി അച്ഛാ. ആ ദേ മോളെ അവരെത്തി കേട്ടോ. എന്താ ഇത്? ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ദിവ്യ കരഞ്ഞാലേ അകത്തുള്ള ആൾ എന്ത് വിചാരിക്കും? കുഞ്ഞിനിപ്പോ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ഇപ്പോ ആരുടെയൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണെന്ന്. ദിവ്യ കരഞ്ഞ കുഞ്ഞോർക്കും ഇവിടെ വന്നിരിക്കുന്നതേ ഏതോ ദുഷ്ടന്മാരുടെ വീട്ടിലാണെന്ന്. മോനെ കുട്ട, നീ കേക്കണ്ടാ? നിന്റെ അമ്മ കരയണത് സന്തോഷം കൊണ്ടാ. നീ അതോർത്ത് വിഷമിക്കണ്ട. എന്തു പറ്റി മോളെ? അത് കുഞ്ഞനങ്ങിയതാ. കണ്ടില്ലേ, അച്ഛൻ പറഞ്ഞത് അവന് മനസ്സിലായി എന്നുള്ളതിന്റെ സൂചനയാ അത്. അല്ല, കുഞ്ഞ് ആൺകുട്ടിയാണെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചോ? അല്ല, അച്ഛൻ പറഞ്ഞപ്പോ. അത് പിന്നെ ലക്ഷണം കണ്ട എനിക്കറിഞ്ഞൂടെ? ഋതിക മാഡം, ഈ കുഞ്ഞൊരു ആൺകുട്ടിയായിരിക്കും. വളർന്നു വരുമ്പോ ദിവ്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കെൽപ്പുള്ള ഒരു മിടുക്കനായിരിക്കും ഈ കുഞ്ഞ്. ബെറ്റുണ്ടോ? ആ ബെറ്റ്. മോള് വാ. ഇരിക്കെ. വേണേട്ടാ, നിങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ശരി ശരി, നേരെ വൈകണ്ട. പ്രിയേ, നീ ദിവ്യക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി അമ്മ. ദിവ്യയും കുട്ടി രാജു ഇറങ്ങിയപ്പോ അമ്മായി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഏയ്, ആളെ ആ പരിസരത്ത് എങ്ങും കാണുന്നില്ലായിരുന്നു. അതേതായാലും ഭാഗ്യായി. ദിവ്യ, മടിക്കാതെ വേഗം മുഴുവൻ അതങ്ങ് കുടിക്ക്. ആ മോളെ, ഇത് മോള് ദിവ്യക്ക് കൊടുക്ക. വേണ്ട, രാധമ്മയുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. അതാണ് ഐശ്വര്യം. സ്വന്തം അമ്മ തരികയാണെന്ന് വിചാരിച്ചാ മതി. ഈ സാരി എടുത്തിട്ട് വേണം മോള് സീമന്തത്തിനിരിക്കാൻ.
പോയി ഈ സാരി എടുത്തിട്ട് വാ. പ്രിയേ, നീ കൂടെ ചെല്ല്. ആ ഞാനും വരാം. അമ്മേ, ഞാൻ പുറത്തുണ്ടാവും. ആ അംബിക മാഡം, അവളെയും കൊണ്ട് രാജു വന്നു. ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാന്നാ തോന്നുന്നേ. ഞാനിതുവരെ അകത്ത് കയറിയിട്ടില്ല. ധൈര്യമായിരിക്കെ, ഞാൻ വിളിക്കാം. എന്താ രമ്യ, നീ എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? ഓ, ഒന്നും പറയണ്ട. ഇവിടെ നടത്തുന്ന സീമന്തം മുടക്കാൻ പറ്റുമെന്ന് ആ അംബിക മാഡം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ. നീ ആ ഋതികയെ എങ്ങനെ രാജുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാന്ന് മാത്രം നോക്കിയാ മതി. അംബിക മാഡവും മകനും ഒക്കെ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ, നീ അതിലൊന്നും ഇടപെടണ്ട. നീ ഇങ്ങോട്ട് വന്നേ. രാജു, നീ എന്നോട് കാണിക്കുന്ന കുറച്ച് ഓവറല്ലേ? നിനക്ക് കാശ് തന്നാൽ നീ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. പറയ്, ഈ സീമന്തത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനായി ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് പറയ്, ഞാൻ തരാം. എന്നെ നിനക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ രാജു? ഇതെന്താടി സംഭവം? ഇവൻ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് അംബിക മാഡം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് ആ രാജു ഋതികയും ചേർന്നുള്ള ഗെയിമാണെന്നാ. ശരിയാ, അല്ലെങ്കിൽ ഇവനത് വേണം രമ്യ. നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. മര്യാദയ്ക്ക് വന്ന് സീമന്തത്തില് ദിവ്യയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം അകത്തേക്ക് വാ. വരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നുകൂടി നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒന്നും പറയണ്ട, ഞാൻ വന്നോളാം. അച്ഛാ, ദേ മോളിരിക്കെ. വാ, ഇരിക്ക്. രാധേ, നിലവിളക്ക് കൊളുത്ത്. വേണുവേട്ടൻ തന്നെ കൊളുത്തിയാ മതി. മോൾ എഴുന്നേക്കാൻ പാടില്ല. ഈ നടക്കുന്ന പൂജയില് ദിവ്യയാണ് സാക്ഷാൽ ദേവിക്ക് സമം. ഒരു ജീവനെ ഉദരത്തിൽ ചുമക്കുന്ന ദിവ്യ സാക്ഷാൽ പാർവതി ദേവിക്ക് സമാണ്. രാധമ്മേ, ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ എന്നെ ക്ഷണിക്കാതിരുന്നത് ശരിയല്ല കേട്ടോ. അയ്യോ, ഞങ്ങളെങ്ങനെ ആരെ ക്ഷണിക്കണമെന്ന് വിചാരിച്ചതല്ല മോളെ. ദിവ്യയ്ക്ക് വേണ്ടി, അവളുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങ്, അത്രേ ഉള്ളൂ. അല്ല, ഇതാണോ ചെറിയ ആഘോഷം? ഒരുക്കങ്ങളൊക്കെ ഗംഭീരായിട്ടുണ്ടല്ലോ. ആ, സമയം വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. ശരി മോളെ. രാധേ, ആ
പ്രിയേ. ഉം. മോളെ, രാജു രാജു അവൻ വന്നില്ലേ? വന്നു, അകത്തിരിപ്പുണ്ട്. പിന്നെ അവനെന്താ ഇങ്ങോട്ട് വരാത്ര താമസം? വരും. അവനെ കൊണ്ട് ദിവ്യയെ പൂവിട്ട് പൂജിച്ച് ദിവ്യയുടെ മുഖത്ത് ചന്ദനം തേക്കുന്നത് ഋതിക മാഡം വീഡിയോ എടുക്കണം. അത് ഞാൻ ഏറ്റു രാജു. ഓ അത് ശരി, അപ്പൊ അതാണ് പ്ലാൻ അല്ലേ? ആ ദേ ദീപക് സാറ്. ഇതെന്തൊരത്ഭുതം! മനുഷ്യരുടെ മനസ്സ് മാറ്റാൻ ദൈവത്തിന് ദാ ഇത്ര സമയം മതി. ഈ ചെക്കൻ ശരിക്കും മാനസാന്തരം വന്ന് വന്നതാണോ? ദീപക്, നോക്കി നിൽക്കാതെ ദിവ്യക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേ. എന്ത്? എന്നോട് ഇങ്ങോട്ട് വരാൻ മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ എന്താ പുതിയ ഡിമാൻഡുകളൊക്കെ? നീ കൂടുതൽ പറയാതെ പറയുന്നത് അങ്ങ് അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അറിയാലോ, മറ്റേ റിപ്പോർട്ട്. വേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ചെയ്യാം. അംബിക മേഡം പറഞ്ഞതുപോലെ സീമന്തം മുടക്കുന്നത് ശരിയല്ല. പക്ഷേ ദീപക്കിനെ സേഫ് ആക്കണം. ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഈ മണ്ടനെ ഇവരുടെ പ്ലാനിന് വിട്ടുകൊടുത്ത അംബിക മേഡം എന്തോർക്കും? ഋതിക മേഡം, ദീപക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ചെയ്യാൻ പറ. മേഡം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചടങ്ങനുസരിച്ച് ആദ്യം ദിവ്യയെ പൂവിട്ട് പൂജിച്ച് കവിളിൽ ചന്ദനം പൂശണം. എന്ത്? എന്താ ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ചെയ്യാന്നേ. അമ്മേ, അതൊന്ന് കൊടുത്തേ. ആ ദാ സാറേ.
എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ രാജു. ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ റെക്കോർഡായോ? എവിടെ? കറണ്ട് പോയതുകൊണ്ട് മുഴുവൻ ഡാർക്കായിട്ടാ റെക്കോർഡായത്. ഒന്നും കാണാനാവുന്നില്ല. ദേ നോക്കിക്കേ. അങ്ങനെ ദീപകിന് പണി കൊടുത്തിട്ട് നീ സന്തോഷിക്കണ്ടടി മന്ത്രിയുടെ മോളെ. മതി മതി. ആ അങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സും വയറും നിറഞ്ഞു വേണം ദിവ്യ ഇന്ന് കഴിക്കാൻ. എല്ലാ കൂട്ടവും രുചിച്ച് ആസ്വദിച്ചു വേണം കഴിക്കാൻ. മനസ്സിലായോ? ആ നോക്കിയിരിക്കാതെ കഴിക്കേ. അല്ല, നിങ്ങളാരും കഴിക്കുന്നില്ലേ? ഇന്ന് ദിവ്യയുടെ ദിവസമാ. ദിവ്യ കഴിച്ചതിന് ശേഷമേ ഞങ്ങളെല്ലാം കഴിക്കൂ. കഴിക്കും മോളെ. എങ്കി ഞാൻ ഇറങ്ങട്ടെ രാധമ്മേ. ആ ശരി മോളെ. മിടുക്കി. നീ ചൊണക്കുട്ടിയ രമ്യേ. നിന്നോട് വെറുതെ നന്ദി വാക്ക് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. മേഡം എന്തേ ചെയ്യുന്നേ? ഈ മാല നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തരാൻ പോവാ രമ്യേ. പിന്നെ സമ്മാനം ഞാൻ അംബിക മേഡത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അംബിക മേഡത്തിന് ഓരോ സഹായങ്ങളൊക്കെ ചെയ്യുന്നേന്ന്. രമ്യേ, നീ എനിക്ക് ചെയ്തു തന്നതേ ചെറിയൊരു ഉപകാരമല്ല. എന്റെ മകന്റെയും എന്റെയും തലവര മാറ്റിമറിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഞങ്ങൾക്ക് നേരെ രാജുവും ഋതികയും ആയുധമാക്കുമെന്ന് ഉറപ്പുള്ള വളരെ പ്രധാനമായൊരു തെളിവിനാ നീ തടയിട്ടത്. കൃത്യസമയത്ത് സമയോചിതമായി നീ ഇടപെട്ടതുകൊണ്ടാ എന്റെ മകന് പൂട്ട് വീഴാതിരുന്നത്. അതിനുള്ള നന്ദി ഒരു സ്നേഹ സമ്മാനത്തിലൂടെ അല്ലാതെ ഞാൻ എങ്ങനെ നിന്നെ അറിയിക്കും രമ്യേ? എനിക്കങ്ങനെ ഓർണമെന്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല മാഡം. എനിക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ അതൊക്കെ ഇനി എത്ര വിലയുള്ളതാണെങ്കിലും വാങ്ങാനുള്ള ക്യാഷൊക്കെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിതൊന്നും ഇട്ട് ശീലിച്ചിട്ടുമില്ല. ഈ മാല മാഡത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന കാണാനാ അതിന്റെ ഒരു ഭംഗി. നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്തതിന് എന്നെ സന്തോഷിപ്പിച്ചാലേ അംബിക മേഡത്തിന് തൃപ്തിയാവുന്നുണ്ടെങ്കിൽ അത് സിമ്പിളാ. ഞാൻ ചെയ്തതിന് അംബിക മേഡം എന്നോട് നന്ദി പറഞ്ഞതുപോലെ ദീപകു എന്നോടൊരു നന്ദി പറയട്ടെ. എനിക്കത് മതി. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാര കാര്യമില്ലേ രമ്യേ? ദീപകെ, നീ രമ്യയോട് ഒരു താങ്ക്സ് പറ മോനെ. നിന്റെയും ദിവ്യയുടെയും ഫോട്ടോ അവരെടുക്കാതെ നിന്നെ സേഫ് ആക്കിയത് രമ്യയല്ലേ? നിനക്ക് രമ്യയോട് കുറച്ച് വിരോധമൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കറിയാം. ഇനി പഴയതൊക്കെ ഓർത്ത് മനസ്സിൽ ആ വിരോധം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. രമ്യപ്പ ചെയ്തു തന്നത് വലിയ ഹെൽപ്പൊക്കെ തന്നെയാ. പക്ഷേ നമ്മൾ രമ്യക്ക് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളതല്ലേ.
രാജുവിനെ ഋതികയും തമ്മിൽ അകറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത് രമ്യയ്ക്കും കൂടി വേണ്ടിയല്ലേ? എന്നിട്ടിപ്പോ എനിക്കൊരു സഹായം ചെയ്തു തന്നിട്ട് എന്നോട് നന്ദി ചോദിച്ചു വാങ്ങുന്നു. അതാണോ അതിന്റെ മര്യാദ രമ്യ? ദേ, നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കേണ്ട ദീപകെ. നിന്റെ തിരുവായിൽ നിന്ന് അങ്ങനെ ഒരു നന്ദി വാക്ക് വരില്ലെന്നേ എനിക്കറിയായിരുന്നു. അത് അംബിക മേഡത്തെ മനസ്സിലാക്കി കൊടുക്കാനേ ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടെന്നേ ഉള്ളൂ. ഡാ, രമ്യയോട് നന്ദി പറ. ഇല്ലമ്മേ, ഇവളോടമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ, അതിൽ കൂടുതലായി ഒന്നുമില്ല. വേണമെങ്കിൽ ആ മാല വാങ്ങിച്ചോണ്ട് പോവാൻ പറ, അല്ലെങ്കിൽ ക്യാഷ് വല്ലതും കൊടുക്ക. എന്റെ വായിന്ന് നന്ദി കേട്ടിട്ട് ഇവള് തൽക്കാലം തൃപ്തിപ്പെടണ്ട. അയ്യോ, അങ്ങയുടെ നന്ദി വാക്ക് കൊതിച്ചിട്ടൊന്നുമല്ല. സാറൊരു നന്ദിയില്ലാത്തവനാണെന്നേ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചോദിച്ചത്. ആ, അങ്ങനെങ്കി അങ്ങനെ. ആ, അത് ശരി. അപ്പോ ഞാൻ എന്റെ തീരുമാനവും പറയാം. എന്ത് തീരുമാനം? ദിവ്യയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് നിന്റെ ആണോന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ.